ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു നല്ല അവസരം നൽകിയിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയും തിരുവചനം നമുക്ക് നൽകുന്നതായ ആത്മീക ദർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. അധ്യാപനം ഒരു കലയാണ്. ഒരു വ്യക്തിയിൽ തെളിഞ്ഞും ഒളിഞ്ഞും കിടക്കുന്നതായിട്ടുള്ള നൈസർഗികമായ വാസനകളെ പുറത്തു കൊണ്ടുവരുന്നതായ ഒരു കല. സാമൂഹിക പരിഷ്കർത്താവായ നെൽസൺ മണ്ടേല എന്ന മഹാനായ മനുഷ്യൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ലോകത്ത് മഹാന്മാരായ നിരവധി ഗുരുക്കന്മാർ ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗുരുവായിരുന്നു നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പ്രവർത്തനം, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ഇവയെല്ലാം തന്നെ യേശു എന്ന ഗുരുവിലേക്ക് അനേകരെ ആകർഷിക്കുവാനായി ഇടയായി. വിശുദ്ധ സുവിശേഷത്തിനകത്ത് പല ഭാഗങ്ങളിലും യേശുവിനെ ഒരു ശ്രേഷ്ഠ ഗുരുവായി വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. പ്രിയ സഹോദരങ്ങളെ, യേശു തൻ്റെ അടുക്കൽ വന്നതായ ജനത്തെ ഉപമകളിലൂടെയും പ്രകൃതിയിൽ നിന്നെടുത്തതായ കൊച്ചു കൊച്ചു ഉദാഹരണങ്ങളിലൂടെയാണ് പഠിപ്പിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ശക്തിയാണ് പൈശാചിക ശക്തി. ആ ശക്തികളെ നിഷ്കാസനം ചെയ്യുന്നതിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ വ്യാപനം സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും കർത്താവ് അതുകൊണ്ട് തന്നെ പൈശാചിക ശക്തികളെ നിഷ്കാസനം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ ഈ ഒരു വിഷയമായിട്ട്, പ്രത്യേകിച്ച് യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ ഗുരുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഗുരുവിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. ആ ഭാഗത്തു നിന്നുള്ള ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ആധികാരികവും അതോടൊപ്പം തന്നെ അധികാരത്തോടു കൂടിയതും ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ആധികാരികവും അധികാരത്തോട് കൂടിയതും ആയിരുന്നു. ഉദാഹരണത്തിന്, വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു ദൈവാലയത്തിൽ ചെന്ന് തൻ്റെ അടുക്കൽ വന്നതായ ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകൾ കേട്ടതായ ജനം ഇങ്ങനെ പറഞ്ഞു: അവൻ്റെ വാക്കുകൾ ശാസ്ത്രിമാരുടെ വാക്കുകൾ പോലെയല്ല, അധികാരത്തോടുകൂടെ അത്രേ എന്ന് പറഞ്ഞു എന്നാണ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ആ പള്ളിയിലുണ്ടായിരുന്ന ഒരു ഭൂതത്തെ ശാസിക്കുകയാണ്. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ കാണുന്നത് യേശു ജ്വരത്തെ ശാസിച്ചു. ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആ വാക്കുകളുടെ ആധികാരികതയും അതോടൊപ്പം തന്നെ അധികാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണങ്ങൾ എന്ന പേരിലാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. ഈ അധ്യായങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അതിപ്രധാനപ്പെട്ട ചില പഠിപ്പിക്കലുകൾ നമുക്ക് കാണാനായി കഴിയും. അതിൻ്റെ 38 മുതൽ 48 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, ന്യായപ്രമാണം പറയുന്നത് കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നാണല്ലോ. അതുപോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. എന്നാൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്,
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 46-47 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യേശു 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പോവുകയാണ്. ദൈവാലയത്തിൽ ചെന്ന് അവിടെയുള്ള ശാസ്ത്രിമാരോടും അവിടെയുള്ള ഉപദേഷ്ടാക്കന്മാരോടും ഒപ്പം ഇരുന്ന് യേശു തിരുവചനത്തെ വ്യാഖ്യാനിക്കുകയും അവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് കണ്ടതായിട്ടുള്ള സമയത്ത് തന്നെ ആളുകൾ ആശ്ചര്യപ്പെടുവാനായിട്ടിടയായി തീർന്നു. കാരണം ഇവന് ഈ ജ്ഞാനവും ഈ വിശേഷമായ അറിവും ഒക്കെ എവിടെ നിന്നാണ് ലഭിച്ചത്? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ ആധികാരികത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ദൈവത്തിൽ നിന്ന് കിട്ടിയതായ ആ പ്രത്യേകമായ വെളിപ്പാടായിരുന്നു, ആ പ്രത്യേകമായ ആലോചനകളായിരുന്നു എന്നുള്ളതാണ്. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനും അതിൻ്റെ അധികാരം ഉപയോഗിക്കുവാനുമുള്ള ഒരു പ്രത്യേക ഭാഗ്യം ദൈവം പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരവും ആധികാരികതയും പലപ്പോഴും ദൈവസഭയ്ക്ക് ദൈവജനത്തിന് ഉപയോഗിക്കാനായിട്ട് ഇന്ന് കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ആലോചനകൾ സ്വയത്തിൽ നിന്നല്ല പറഞ്ഞത്, മറ്റെവിടെ നിന്നെങ്കിലും വായിച്ചെടുത്തതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളല്ല വിളിച്ചു പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് സംസാരിക്കുന്നതല്ലാതെ എനിക്ക് സ്വയമായിട്ടൊന്നും തന്നെ പറയാനായിട്ടില്ല. എൻ്റെ പിതാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാർ, ഒന്ന് പത്രോസ് ലേഖനം എഴുതുമ്പോൾ തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, മറിച്ച് അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ എന്നാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനം. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 1:1-2 വാക്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി തുടങ്ങുന്നു: ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് എഴുതുന്നത് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം തന്നെ പഠിപ്പിക്കലുകൾ ആധികാരികമായിരുന്നു എന്ന് പറയാനായിട്ട് കാരണം അവർ കണ്ടതും അവർ തൊട്ടതും അവർ അനുഭവിച്ചതുമായ ഒരു ദൈവത്തെയാണ് അവർ വ്യാഖ്യാനിക്കാനായും അവർ പഠിപ്പിക്കാനായിട്ടും ശ്രമിച്ചത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, നമ്മുടെ വാക്കുകൾ ആധികാരികമാകണമെങ്കിൽ എനിക്ക് കിട്ടിയതായിട്ടുള്ള ആലോചന, എനിക്ക് തന്നതായിട്ടുള്ള ഈ പ്രത്യേക സന്ദേശം ദൈവത്തിൽ നിന്നാണ് എന്ന് പറയാനായിട്ട് കഴിയുമ്പോൾ മാത്രമേ എൻ്റെ സന്ദേശം ആധികാരികമായി മാറുന്നുള്ളൂ. എൻ്റെ സന്ദേശം കേൾക്കുന്നവർക്ക് അത് അധികാരത്തോടു കൂടിയ ദൈവത്തിൻ്റെ വചനമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് പലപ്പോഴും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ കേൾക്കുന്നതിന് പകരം മറ്റു പല മാധ്യമങ്ങളിൽ നിന്നും മറ്റു പല സാഹചര്യങ്ങളിൽ നിന്നും കേട്ടിട്ട് അത് ജനത്തെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ദൈവീകമല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. 2, ഞാൻ മനസ്സിലാക്കുന്നതായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉപദേശിക്കാൻ തക്ക ജീവിത മാതൃക ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നു എന്നത് ദൈവത്തിൻ്റെ വചനം ആധികാരികതയോടെ പ്രഖ്യാപിക്കുന്നതിന് ഒരു വലിയ തടസ്സമാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ശിഷ്യൻ ഗുരുവിനോടൊപ്പം താമസിക്കണം, എന്നിട്ട് ഗുരുവിൽ നിന്ന് ആ ശിഷ്യൻ പഠിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഗുരുവിൻ്റെ വാക്കും ഗുരുവിൻ്റെ പ്രവർത്തികളും ഗുരുവിൻ്റെ ഇടപെടലുകളും
ഗുരുവിൻ്റെ ജീവിതമാണ് ശിഷ്യനൊരു പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗുരുവിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ദൈവജനത്തിന് സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ജീവിത മാതൃക നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉപദേശം മാത്രമേ ഉള്ളൂ, ജീവിതമില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. യേശു എന്ന ശ്രേഷ്ഠ ഗുരുവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശിഷ്യഗണത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതായിട്ടുള്ള ശ്രേഷ്ഠ ഗുരുവാണ് നസ്രയനായ യേശു. ഹി വാസ് ഓൾവേസ് റെഡി ടു സെർവ് അതേഴ്സ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 38-39 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, യേശു കഫർന്നഹൂമിലെ പള്ളിയിൽ ഉപദേശിച്ചതിന് ശേഷം നേരെ പോകുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ യേശു കർത്താവിന് കേൾക്കാൻ കഴിഞ്ഞത്, പത്രോസിൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം പിടിച്ച് വീട്ടിൽ കിടപ്പിലാണെന്നും ആ സ്ത്രീയെ സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ സുനഗോഗിലെ വലിയൊരു മിനിസ്ട്രി കഴിഞ്ഞിട്ട് വരികയാണ്, ഞാൻ വളരെ ക്ഷീണിതനാണ്, ഞാൻ അല്പം റെസ്റ്റ് എടുക്കട്ടെ, കുറെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്നല്ല കർത്താവ് പറയുന്നത്. മറിച്ച് യേശു കർത്താവ് ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് ചെന്ന് ആ വ്യക്തിയിലുണ്ടായിരുന്ന കഠിന ജ്വരത്തെ ശാസിച്ച്, എന്ന് പറഞ്ഞാൽ ആ ജ്വരത്തിൻ്റെ ദുരാത്മാവിനെ ശാസിച്ച് കർത്താവ് ആ സ്ത്രീ തങ്ങളെ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം അവളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കഴിക്കുന്നതായ പെസഹ ഭോജനത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അവിടെ യേശു കർത്താവ് ആ പെസഹ ഒരുക്കിയതായ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഗുരുവും കർത്താവുമായ ഞാനിത് നിങ്ങളോട് ചെയ്തുവെങ്കിൽ നിങ്ങളും മറ്റുള്ളവരോട് ഇത് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, യേശു ഒരു നല്ല മാതൃക കാണിച്ചു തന്നിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ടിടയായത്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ ഗുരു തൻ്റെ ഉപദേശങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു ഗുരുവായിരുന്നു എന്ന് പറയാനായിട്ട് കഴിയും. യേശു കർത്താവ് അന്നത്തെ ചുങ്കക്കാരും പാപികളും എന്ന് സമൂഹം വിളിച്ചതായിട്ടുള്ള സാധാരണ ജനത്തെ തന്നോട് ചേർത്ത് പിടിച്ച് അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളെന്നും അവർ ഭാഗ്യവാന്മാരാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ മതസമൂഹത്തെയും അതുപോലെ തന്നെ ശാസ്ത്രിമാരെയും കർത്താവ് നിശിതമായി വിമർശിക്കുവാനായിട്ടിടയായി. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാം അധ്യായം ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഒക്കെ തെറ്റായ പ്രവണതകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതായിട്ടൊരു അധ്യായമാണ്. അങ്ങനെ യേശു വിമർശിക്കാനായിട്ട് കാരണമെന്ന് പറയുന്നത് അവരുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ അവരേതൊന്നും തന്നെ അത് പ്രകടമാക്കുന്നവരായിരുന്നില്ല എന്നാണ്. അവർ വെറും പഠിപ്പിക്കലുകൾ മാത്രം ഉള്ളവരായി തീർന്നപ്പോൾ പ്രവൃത്തിയിൽ ഒന്നും അവർ വെളിപ്പെടുത്താത്തത് കൊണ്ട് യേശു കർത്താവ് അവരെ നോക്കി പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാണ്. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുമ്പോൾ അകം മുഴുവനും അശുദ്ധിയും കയ്പും നിറഞ്ഞിരിക്കുന്ന അനുഭവമുള്ളവരാണ്. അതുപോലെ തന്നെ മനുഷ്യർ കാണേണ്ടതിന് മാത്രം അവർ മനുഷ്യരുടെ മുമ്പിൽ സ്തോത്രം നല്ലവരെന്ന് നടിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അവരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുവാനും വിമർശിക്കുവാനും ഇടയായി തീർന്നുവെന്നാണ്. ഒരു ഗുരു താൻ പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് ഒരു അധ്യാപകൻ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ഒരു അധ്യാപകൻ താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയാക്കി പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ് ഒരധ്യാപകൻ ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതും ശിഷ്യഗണത്തിന് ആ ഗുരു മാതൃകയായി തീരുന്നതും എന്നുള്ളതാണ്.
മൂന്നാമതായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ യേശു എന്ന ശ്രേഷ്ഠ ഗുരു തൻ്റെ അടുക്കൽ വരുന്നതായ ഏതൊരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തി ശിഷ്യനാക്കി തീർക്കുന്നതായ ഒരു ഗുരുവാണ്. നമ്മൾ ഈ യേശു എന്ന ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ യേശു ക്രിസ്തു എന്ന ഗുരുവിനെ ആരെല്ലാം അനുഗമിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലോക ചരിത്രത്തെ തന്നെ അവർ മാറ്റി എഴുതിയിട്ടുണ്ട്. അവരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവൃത്തിയിലൂടെ അവരെ രൂപാന്തരപ്പെടുത്തിയതായിട്ടുള്ള അനുഭവങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് പറയുന്നതായ സ്വന്തം സാക്ഷ്യം അവിടെ കാണുവാനായിട്ട് കഴിയും. ഗമാലിയേലിൻ്റെ കീഴിലിരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ അഭ്യസിച്ചതായിട്ടുള്ള ഈ പൗലൂസ് മതകാര്യത്തിൽ വളരെ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിസ്ത്യാനികളായ ആളുകളെ ഉപദ്രവിക്കാനും അവരെ പിടിച്ചു കെട്ടി അവരെ കൊല്ലുവാനും തക്കവണ്ണം ശ്രമിച്ചതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിച്ചതായിട്ടുള്ള എന്നെ കർത്താവ് പിടിക്കുവാനായിട്ടിടയായി. നീ ഉപദ്രവിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവാണ് ഞാനെന്ന് പറഞ്ഞ് എന്നെ രൂപാന്തരപ്പെടുത്തി. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയതായ ഈ ശ്രേഷ്ഠ ഗുരുവിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഞാൻ ഇന്ന് ചങ്ങല ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്ന ഈ ശ്രേഷ്ഠ ഗുരുവിനെ ആരൊക്കെ അനുധാവനം ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി മാറിയിട്ടുണ്ട്. ഒരിക്കൽ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യോഹന്നാൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്. ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. വന്നു കാൺമീൻ എന്ന് പറഞ്ഞ് സ്തോത്രം യേശുവിനോടൊപ്പം പോയി. അന്ന് യേശുവിനോടൊപ്പം പാർത്തതായിട്ടുള്ള 2 പേരും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ടാണ് മടങ്ങി വരുന്നത്. അവരിൽ ഒരാൾ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു എന്നും വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ യേശു എന്ന ശ്രേഷ്ഠ ഗുരു സ്തോത്രം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന ഗുരുവാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ യേശു എന്ന ശ്രേഷ്ഠ ഗുരുവിൻ്റെ 3 പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കാനായിട്ടിടയായി. ഒന്ന്, യേശു എന്ന ശ്രേഷ്ഠ ഗുരുവിൻ്റെ പഠിപ്പിക്കലുകൾ ആധികാരികവും അധികാരത്തോട് കൂടിയതും ആയിരുന്നു. ഈ വാക്കുകൾ ജനത്തിൽ ആശ്ചര്യമുളവാക്കി. പൈശാചിക ശക്തികൾ പോലും ഭയപ്പെടുവാൻ തക്കവണ്ണം, വിറയ്ക്കുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവിക അധികാരത്തിൻ്റെ വാക്കുകളായിരുന്നു യേശുവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, തൻ്റെ ശിഷ്യഗണത്തെ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന ഒരു ഗുരുവായിരുന്നു യേശു കർത്താവ്. യേശു വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ അന്നത്തെ ശാസ്ത്രിമാരെയും പരീശന്മാരെയും പോലെ ഉപദേശിക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിലൂടെ മറ്റ് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടിടയായി. മാത്രമല്ല, ഈ യേശു എന്ന ശ്രേഷ്ഠ ഗുരു ആരൊക്കെ ഈ ഗുരുവിനെ അന്വേഷിച്ചെല്ലുന്നോ അവരെല്ലാം ശിഷ്യരാക്കി തീർക്കത്തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത അതുല്യമാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്തുവിൽ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഈ ക്രിസ്തു നമ്മളെ ഉപദേശിക്കട്ടെ. ഞാൻ ഈ സമയം എൻ്റെ ഒരു അനുഭവം ഓർക്കുകയാണ്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു സാധാരണ സുവിശേഷ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുന്നത്, ഞാൻ ഈ പ്രാരംഭ നാളുകളിലെല്ലാം പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ എൻ്റെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് ഞാനത് പുൽപ്പിറ്റിൽ നിന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഞാൻ ഇന്ന് പറയും, ഞാൻ അന്ന് പ്രസംഗിച്ചതായിട്ടുള്ള വചനങ്ങളൊന്നും തന്നെ ആധികാരികമായിരുന്നില്ല. മാത്രമല്ല, ആ വചനങ്ങൾ ഒന്നും തന്നെ
അത് എനിക്കും മനസ്സിലായില്ല, അത് കേട്ടവർക്കും മനസ്സിലായില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ, ഈ ലോകത്തിൽ എന്നെ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു ഉപദേഷ്ടാവില്ല, എനിക്കൊരു ഗുരുവില്ല. കർത്താവേ, അവിടെ നിന്നാണ് എൻ്റെ ശ്രേഷ്ഠ ഗുരു. എന്നെ പഠിപ്പിക്കണമേ, എന്നെ ഉപദേശിക്കണമേ. വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതായിട്ടുള്ള ആത്മീക സത്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് എനിക്ക് ജ്ഞാനം തരണമേ, എനിക്കതിനുള്ള കഴിവ് തരണമേ എന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്ന് കരയുകയും ചെയ്തതായിട്ടുള്ള നിമിഷങ്ങൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴെല്ലാം ദൈവമേ, നീയാണ് എൻ്റെ ശ്രേഷ്ഠ ഗുരുവെന്നും എന്നെ പഠിപ്പിക്കണമേ, എനിക്ക് ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് യാചിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്തോ, അപ്പോഴെല്ലാം വേദപുസ്തകത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതും ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവം തൻ്റെ ശിഷ്യഗണത്തെ പഠിപ്പിച്ച് അവൻ്റെ ആ ശക്തിക്കകത്ത് ആകൃഷ്ടരാക്കി തൻ്റെ വഴിയിലൂടെ നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവാണ്. ഈ ശ്രേഷ്ഠ ഗുരുവിനെ നമ്മുടെ യജമാനനായി നമ്മുടെയും ഗുരുവായി സ്വീകരിച്ചിട്ട് കർത്താവിനോട് നമുക്ക് പറയാമോ, കർത്താവെ, എന്നെ ഉപദേശിച്ച് ഞാൻ നടക്കേണ്ട വഴി എന്നെ കാണിക്കണമേ. എനിക്ക് ദൈവം എൻ്റെ കാലുകൾ ഇടറിപ്പോകാതെ വണ്ണം എൻ്റെ പാതയ്ക്ക് പ്രകാശമായി നിൻ്റെ വചനത്തെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം തമ്പുരാൻ നമുക്കത് തരും. നമ്മളെ ദൈവം ആ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശ്രേഷ്ഠ ഗുരുവായ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അവിടുന്ന് സകല ജ്ഞാനത്തിൻ്റെയും അവിടുന്ന് സകല ശക്തിയുടെയും ഉറവിടമാണല്ലോ. കർത്താവായ ദൈവമേ, അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ അധികാരത്തോടും ആധികാരികതയോടും തൻ്റെ ജനത്തെ ഉപദേശിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കർത്താവേ, ഞങ്ങൾക്ക് ആ അധികാരവും ആധികാരികതയും തരണമേ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ പകർത്താനും മാതൃകയാക്കാനും സഹായിക്കണമേ. ഞങ്ങളെ കേൾക്കുന്നവർ അങ്ങയുടെ ശിഷ്യന്മാരും അങ്ങയിലേക്ക് ആകൃഷ്ടരാകുന്നവരുമായി തീരാൻ സഹായിക്കണേ. ഞങ്ങൾക്ക് അവിടെ നൽകിയ ദർശനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ അവരിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവമേ, അവിടുന്ന് തന്നെ ശ്രേഷ്ഠ ഗുരുവായി അങ്ങയുടെ മക്കളോട് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ജയനച്ചൻ.